Hello guys, welcome back to our channel Legal Nexus. In today's video, we are going to discuss a very important topic under contract law, remedies for breach of contract. The Latin maxim ubi jus ibi remedium denotes where there is a right, there is a remedy. The party committing breach of contract is called the guilty party. The other party is called injured or aggrieved party. In case of breach of contract, the aggrieved party would have one or more, but not all, of following remedies against the guilty party. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺട്രാക്ട് ലോയിലെ പല ഭാഗങ്ങളും പഠിച്ചതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന ഈ ടേം മെയിൻലി ഉബീജസ് ഇബി റെമഡിയം എന്ന മാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനർത്ഥം വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി എന്നാണ്. ഒരു പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്മിറ്റ് ചെയ്ത വ്യക്തിനെ ഗിൽറ്റി പാർട്ടി എന്നും ആർക്കാണോ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ അഗ്രീവ്ഡ് പാർട്ടി ഓർ ഇഞ്ചോർഡ് പാർട്ടി എന്ന് പറയുന്നു. മെയിൻലി അഗ്രീവ്ഡ് പാർട്ടിക്ക് 5 തരത്തിലുള്ള റെമഡീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്യൂട്ട് ഫോർ റെസിഷൻ, സ്യൂട്ട് ഫോർ ഡാമേജ്, സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിറ്റ്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആൻഡ് സ്യൂട്ട് ഫോർ ഇൻജൻഷൻ. Suit for rescission നോക്കാം. The breach of contract no doubt discharges the contract, but the aggrieved party may sometimes need to approach the court to grant him a formal rescission. For example, cancellation of a contract. This will enable him to be free from his own obligation under the contract. Suit for damages. The word damages means monetary compensation for loss suffered. Whenever a breach of contract takes place, the remedy of damages is the one that comes to mind immediately as the consequences of breach. Suit for rescission എന്ന് പറയുമ്പോൾ അഗ്രീവ്ഡ് പാർട്ടി കോർട്ടിനെ ഡയറക്റ്റായി മീറ്റ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് സ്യൂട്ട് ഫോർ റെസിഷൻ എന്ന് പറയുന്നത്. സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് സംഭവിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഒരു ഡാമേജ് കോസ് ചെയ്യുന്നുണ്ട്. ഈ ഡാമേജ് എന്നത് മോണിറ്ററി കോമ്പൻസേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനെയാണ് സ്യൂട്ട് ഫോർ ഡാമേജ് എന്ന് പറയുന്നത്. സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിറ്റ്. The term quantum merit means as much as earned. It implies a payment deserved by a person for the reason of actual work done. When a party has done some work under a contract and the other party repudiates the contract or somehow the full performance of the contract becomes impossible, then the party who has done the work can claim remuneration for the work under a suit for quantum merit. ക്വാണ്ടം മെറിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഡിസേർവ് ആയിട്ടുള്ള പേയ്മെന്റ് ലഭിക്കുന്നതിനാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് പാർട്ടി ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഡിസേർവ് ആയിട്ടുള്ള ആ പേയ്മെന്റ് ലഭിച്ചിരിക്കണം എന്നാണ് സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിറ്റിൽ പറയുന്നത്. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ചാപ്റ്റർ 2 ഓഫ് ദ സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 lays down details rule on the specific performance of contract. In certain cases of breach of contract, damages may not be an adequate remedy. Then the court may direct the party in breach to carry out his promise according to the terms of the contract. This is a direction by the court for specific performance of the contract at the suit of the party not in breach, but in general, courts do not wish to compel a party to do that which has already refused to do. Chapter 2 of the Specific Relief Actലാണ് സ്പെസിഫിക് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത്. ഇതനുസരിച്ച് ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ആവുന്ന സാഹചര്യത്തിൽ അതിന് ഡാമേജസ് ആയിട്ട് സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഒറിജിനൽ കോൺട്രാക്റ്റിൽ പറയുന്ന ഓരോ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ജനറലി ഈ ഒരു റെമഡി നൽകുന്നത് വളരെ വിരളമായിട്ടാണ്. Suit for injunction. Injunction is a court order or decree to a person
asking him to refrain from doing a contemplated act or from continuing an ongoing act. Such an order of injunction become a remedy for aggrieved party when the court orders the guilty party to refrain from doing precisely that which is causing the breach of contract. In a way, injunction is a mode of securing the specific performance of the negative terms of a contract, but for the performance of the positive terms of contract, the aggrieved party may seek other remedies like damages. Rules regarding award of damages. Compensation, not penalty. Limited damages. Damages for attributable losses. Mitigation of losses. Damages in case of contract sale of goods. Stipulation for liquidated damages or penalty. Cost of suit. Types of damages. Section 73 of the Act and Court judgments, the aggrieved party would be entitled to one of the following type of damages depending upon the pending upon circumstances of the case: general or ordinary damages, special damages, exemplary or vindictive damages, and nominal damage. General or ordinary damages. Such losses would be called general or ordinary losses, which can be seen as arising naturally and directly out of the breach in the usual course of the thing. They would be the unavoidable and logical consequences of the breach. The damages for such losses are called general or ordinary damages. An aggrieved party's right to damages applies most naturally for the direct or general losses. There can be no damages for indirect and remote losses. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് ജനറലി ഉണ്ടാകുന്ന എല്ലാ ലോസസിനെയാണ് ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Special damages. Special damages would be the compensation for the special losses caused to the aggrieved party by the special circumstances attached to the contract. Exemplary damages. Sometimes vindictive, the courts award damages for mental or emotional suffering, also caused by the breach. Such damages are called exemplary or vindictive damages. These may be taken as an exception to the general principle that damages are awarded only for the financial losses caused by the breach of contract. Exemplary damages എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആവുന്നത് മൂലം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മെന്റലി എമോഷണൽ സഫറിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നൽകുന്ന അടുത്ത നോമിനൽ ഡാമേജസ് പറയുന്നത് if the breach of contract caused no losses to the aggrieved party, no damages need to be awarded to him. However, in order to record the fact of breach by guilty party, the courts may award nominal or token damages. For example, a compensation of ₹10, they would be called nominal damages. Nominal damages എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടക്കുന്ന സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ലോസും അവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഫാക്ട് രേഖപ്പെടുത്താനായി കോർട്ട് ഒരു നോമിനൽ ഡാമേജ് വന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇതിനെയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. പൊതുവെ ഇത് വളരെ കുറഞ്ഞ തുകയായിരിക്കും നോമിനൽ ഡാമേജസ് ആയിട്ട് അവാർഡ് ചെയ്യുന്നത്. സോ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു വ്യക്തിക്ക് കോൺട്രാക്ട് ബ്രീച്ച് ആവുന്ന സമയത്ത് ലഭിക്കുന്ന എല്ലാതരം റെമഡീസും വ്യക്തമായി പഠിച്ചാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, don't forget to like, share and subscribe for more legal insights.